അതുകൊണ്ട് ഏഷ്യാനെറ്റും റിപ്പോർട്ടറും പിന്നെ മാതൃഭൂമിയും കൂടി പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. നരിക്കുനി അങ്ങാടിയിൽ നരി ഇറങ്ങി എന്ന് പറഞ്ഞാല് പിന്നെ 3 ചാനലിലും കൂടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേഗം വീട്ടിലേക്ക് ഓടിക്കോളോ, വാതിൽ അടച്ചോളോ, തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരെങ്കിലും പിടിച്ചിനോ എന്ന് പോലും നോക്കണ്ട. പിന്നെ വാട്സപ്പ് തുറന്ന് നോക്കിയാൽ മതി, നരി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി. പിന്നെ അതും കടത്തിയിട്ട് വൈകുന്നേരത്തെ അന്തിച്ചർച്ചയാകുമ്പോഴേക്ക് മാധ്യമങ്ങൾ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. ഇടതുപക്ഷം എന്നും സ്വതന്ത്രന്മാരെ വയ്യന്നെ പായോണ്, ഇടതുപക്ഷത്തിന് ആളില്ലാത്തോണ്ട്. അപ്പൊ നമുക്കും തോന്നി ശരിയാണല്ലോ. നിലമ്പൂരാണെങ്കിൽ ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെങ്ങായി ഉണ്ടാക്കിയിട്ടുള്ള പുക്കാറൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഈ നേതൃത്വത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. ശരിയാണ്, നേതൃത്വത്തിന് കുഴപ്പമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിറ്റേന്ന് മനോരമയൊക്കെ നോക്കിയപ്പോഴേ സ്ട്രാറ്റജിക്കൽ മൂവ് KPCCന്റെ, അതായത് ഭയങ്കര നയതന്ത്രപരമായ നീക്കത്തില് സന്ദീപ് വാര്യർ ഇങ്ങോട്ട് പിടിച്ചു. ഒരു നയതന്ത്രപരമായ നീക്കുമല്ല, ഒരു തേങ്ങയല്ല, ഒരു കോപ്പുമല്ല, എങ്ങനെയോ പർച്ചേസ് ചെയ്തെടുത്തതായിരുന്നു. ഞാൻ 1, 2, 3 വായിച്ചു നോക്കി. മനോരമ 2 3 വായിച്ചാൽ പോരാ, മനോരമ വരികൾ കൂടിയാലും വാക്കുകൾ കൂടിയാലും വീണ്ടും വീണ്ടും വായിക്കേണ്ടി വരും. ഗാന്ധിനെ നമ്മൾ കൊന്നു. അപ്പൊ ഞാൻ നെഞ്ചത്തടിച്ച് നോക്കി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെന്തായാലും അതിലുണ്ടാവില്ല. കാരണം 1970 കഴിഞ്ഞിട്ട് ജനിച്ച നമ്മളെങ്ങനെ 1948 ഉണ്ടാവുക? പത്രം 10 രൂപ കൊടുത്ത് മേടിക്കുന്ന എല്ലാ കക്ഷികളെയും ഗാന്ധിജിയുടെ കൊലയാളിയാക്കി മനോരമ. ആരെങ്കിലും പ്രതിഷേധിച്ചോ? ഈ രാജ്യത്ത് ഒരുപാട് ഗാന്ധിയന്മാരുണ്ട് കേട്ടോ. അതായെന്ന് പറഞ്ഞാല് ഇടതുപക്ഷത്തിന് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിലും മനോരമയിലും മാതൃഭൂമിയിലും വന്നിട്ട് രാത്രി 9 മണിയാകുമ്പം വരിയായിട്ട് വന്നിരിക്കുന്ന കാരശ്ശേരിമാര്, കൽപ്പറ്റമാരൊക്കെ ഉണ്ട്. ഭയങ്കര ഗാന്ധിയൻ മൂല്യബോധത്തിന്റെ ആളുകളാ. പക്ഷേങ്കില് ഒരു പത്രം, അതും മലയാള മനോരമ, ഈ അധികം പ്രസംഗിക്കാതിരിക്കുക, പ്രസംഗിക്കുന്നതൊക്കെ ഏതെങ്കിലും മൂലക്കിരുന്ന് കേട്ടിട്ട് എഴുതി കൊടുക്കുന്ന ഒരു പണിയാണ് ഞാൻ ചെയ്യുന്നത്. 10-25 വർഷമായിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ, ഇപ്പൊ നിങ്ങൾ വിളിക്കുന്ന പൊതുവെ ഒരു പേരുണ്ട്, മാപ്ര എന്ന് വിളിക്കും. ആ മാപ്രയിൽ പെടുന്നു എന്ന് ആക്ഷേപിക്കപ്പെടുന്ന ഒരു പത്രപ്രവർത്തക തൊഴിലാളിയാണ് ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട്. നമ്മൾ സാധാരണ നാടൻ ഭാഷ പറയും, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂന്ന്. ഏകദേശം 25 വർഷം, അതായത് 1/4 നൂറ്റാണ്ട്, രജത ജൂബിലി എന്നൊക്കെ പറയുന്ന കാലത്ത് ഇതേ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പണിയെടുക്കുന്നതാണെങ്കിൽ ഇന്ന് മനോരമയിൽ ജോലി ചെയ്ത് മറ്റന്നാൾ ഏഷ്യാനെറ്റിലല്ല, പിറ്റേന്ന് റിപ്പോർട്ടർ TV-യിലല്ല, കഴിഞ്ഞ 25 വർഷമായിട്ട് ദേശാഭിമാനിയിൽ മാത്രം ജോലി ചെയ്യുന്നതാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് തോന്നും ഈ ചങ്ങായിക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ വേറെ പണിയൊന്നും കിട്ടാത്തതുകൊണ്ട് നിൽക്കുന്നതാണെന്നുള്ളത്. ഈ അടുത്ത ദിവസം കേട്ടൊരു വാർത്തയുണ്ട്. ഞാൻ ആ വാർത്ത കേട്ടപ്പോൾ വേറൊരാളോട് ചോദിച്ചു, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോ ഈ ക്ഷേത്രത്തിന്റെ പേരൊന്നും പറയുന്നില്ല, കാരണം പറഞ്ഞാൽ പുതിയ കാലത്തെ മിത്ത് ഇതെന്നൊക്കെ പറഞ്ഞാൽ വലിയ പൊല്ലാപ്പുണ്ടാവുന്ന കാര്യമാണ്. നമ്മുടെ അടുത്തുള്ളൊരു ക്ഷേത്രമാണ്. കൊയിലാണ്ടിക്ക് അടുത്തുള്ള ഒരു ക്ഷേത്രത്തില് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേന്ദ്രത്തിലെ ഒരു മന്ത്രിയും ഒരു അർച്ചന നടത്തി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു ഭക്തൻ നേദിച്ചതാണ്. അപ്പൊ അവർക്ക് 2070 ജനുവരി വരെ ആ അർച്ചന നടത്താൻ കഴിയില്ല. അതുകൊണ്ട് 2070 വരെ പ്രധാനമന്ത്രി ആയാലും കേന്ദ്രമന്ത്രി ആയാലും 2070 ജനുവരി വരെ ആ അർച്ചനയുടെ പേര് വലിയ വട്ടളം ഗുരുതി തർപ്പണം എന്നാണ്. അപ്പൊ ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ ഇതെന്തായാലും കൊടുക്കണം, ചെറുതായിട്ടെങ്ങാനും കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, പടച്ചോനെ, ഈ രാജ്യം രക്ഷപ്പെടാൻ പോകുന്നില്ല. 2070 വരെയുള്ള ഗുരുതിക്ക് ക്യൂ ആയിക്കഴിഞ്ഞു. ആ ഗുരുതിയിൽ ക്യൂ നിൽക്കുന്ന ആളുകളോടാണ് നമ്മൾ മാധ്യമങ്ങളെ രാഷ്ട്രീയം പറയേണ്ടത്. മലയാള മനോരമേനെ ഇതിന് 2070 വരെയുള്ള ആളുകൾ ആട്ടിൻ പറ്റമാക്കിയിട്ട് ക്യൂ ആക്കി കഴിഞ്ഞു. ഇനിയിപ്പോ അതിനപ്പുറമുള്ളൊരു ജനതയോടാ പറയേണ്ടത്. ജയദേവൻ പറഞ്ഞതുപോലെ അവരാണെങ്കിലോ ഇൻസ്റ്റഗ്രാം എന്ന് പറയാതെ ഇൻസ്റ്റ എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന ഒരു തലമുറ. സമൂഹ മാധ്യമത്തിന്റെ, നവമാധ്യമത്തിന്റെ ഈ കാലത്ത് എങ്ങനെയാണ് മാധ്യമങ്ങൾ ഇടപെടുന്നത്, എങ്ങനെയാണ് മാധ്യമങ്ങൾ ഇതാക്കുന്നത്? ജയദേവൻ അതിന്റെ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്രയും അടുത്തതുകൊണ്ട്, യേശുദാസിന്റെ പാട്ട് കൂടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പാട്ട് പാടാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. ചെറിയ സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. എനിക്കും കുറെ ദൂരം പോകേണ്ടതാണ്. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിൽ നിർത്താം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഓർമ്മിക്കേണ്ട ആളാണ്. അനിൽ ആന്റണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പത്തനംതിട്ടയിലായിരുന്നു.
നമ്മളെ മാധ്യമങ്ങൾ ഈ രാഷ്ട്രീയത്തിനെ കുറിച്ച്, രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ചൊക്കെ വലിയ ഇത് പറയുന്നതാണല്ലോ. കേരളത്തിലെ മാധ്യമങ്ങൾ ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഒരു വീട്ടില് 2 പാർട്ടിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിമാരെ സംഭാവന ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ. അത് അറക്കൽ വീട്ടിൽ AK ആന്റണീന്റെ വീടാ. AK ആന്റണീന് AICCന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. മകൻ അനിൽ ആന്റണി BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ഒരു പുറേ തന്നെ 2 രാഷ്ട്രീയ പാർട്ടിന്റെ ആശയപരമായിട്ട് വൈരുദ്ധ്യമുള്ള 2 രാഷ്ട്രീയ പാർട്ടിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിമാരുണ്ടാവുക. അപ്പോഴും നമ്മളെ മാധ്യമങ്ങൾക്കൊന്നും സങ്കടം ഉണ്ടായിട്ടില്ല. ഇതെങ്ങനെ ഒരു പുരയെന്ന് തന്നെ 2 പാർട്ടികൾ ഉണ്ടാവുന്നതെന്ന്. നല്ല കഥയാണല്ലോ അല്ലെ? കാരണം AICC ആയി മുഖ്യമന്ത്രിയായിട്ടുള്ള മകൻ പിന്നീട് BJPയുടെ ഇതാവുന്നു. ഞാൻ അതിനെക്കുറിച്ചല്ല പറയാൻ വന്നത്. ഡിജിറ്റൽ മീഡിയന്റെ കൺവീനറൊക്കെ ഇങ്ങനെയായി, അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി. അപ്പൊ നമ്മുടെ മാധ്യമങ്ങള്, സോഷ്യൽ മീഡിയ എല്ലാം ഒരു ചോദ്യം ഉന്നയിച്ചു. ഈ അയൽ വീട്ടിലെ മാലിന്യം മേടിച്ചിട്ട് ആരെങ്കിലും ഇപ്പുറത്തെ വീട്ടിലെ തെങ്ങിന് വളമിടുവോ? അതെന്തായാലും മാലിന്യം അല്ലേന്ന്. അപ്പൊ അമ്മക്കൊക്കെ ബേജാറായി. പിന്നെ അതും കടത്തിയിട്ട് വൈകുന്നേരത്തെ അന്തിച്ചർച്ചയാകുമ്പോഴേക്ക് മാധ്യമങ്ങൾ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. ഇടതുപക്ഷം എന്നും സ്വതന്ത്രന്മാരെ വയ്യന്ന പായ്യോണ്, ഇടതുപക്ഷത്തിന് ആളില്ലാത്തോണ്ട്. അപ്പൊ നമുക്കും തോന്നി ശരിയാണല്ലോ. നിലമ്പൂരാണെങ്കിൽ ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെങ്ങായി ഉണ്ടാക്കിയിട്ടുള്ള പുക്കാറൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഈ നേതൃത്വത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. ശരിയാണ്, നേതൃത്വത്തിന് കുഴപ്പമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാണോ ഇങ്ങനെ സ്വതന്ത്രന്മാരെ തേടുന്നത്? 1957 ഏപ്രിൽ 5-നാണ് കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 5-ലല്ല, ഫെബ്രുവരി മാസമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 5-ന് റിസൾട്ട് വന്ന് ഏപ്രിൽ 5-നാണ് ആദ്യത്തെ സർക്കാർ ഇതാവുന്നത്. നമ്മളെല്ലാവരും ഇപ്പം നരിക്കുനിയിൽ മെഡിക്കൽ കോളേജ് വഴിയൊക്കെ ബസ് ഉണ്ട്. നിങ്ങളപ്പോൾ മെഡിക്കൽ കോളേജിൽ ഇനി പോകുമ്പോഴേ, മെഡിക്കൽ കോളേജ് ഒരുപാട് മാറിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിന് ഇപ്പുറത്ത് ഒരു ശിലാഫലകം കാണാം. അപ്പോൾ ആ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച മന്ത്രിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഡോക്ടർ AR മേനോൻ എന്നാണ്. ഡോക്ടർ AR മേനോൻ കേരളത്തിന്റെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കുമ്പോഴേ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമായിരുന്നില്ല, അദ്ദേഹം മണ്ഡലമായിരുന്നില്ല, KPCC ആയിരുന്നില്ല, AICC അംഗമായിരുന്നു ഡോക്ടർ AR മേനോൻ. 1956 നവംബർ 1-ന് കേരളം ഉണ്ടായിട്ട് 57 കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മത്സരിച്ച ആൾ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി AICC മെമ്പറായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയമായ നിലപാടുകൾ ഉപേക്ഷിച്ച് ഒരാളെ വരുമ്പോഴേ അരാഷ്ട്രീയതയെ കെട്ടിപ്പൊട്ടുകയില്ല എന്ന് അയാൾ പുതിയൊരു രാഷ്ട്രീയത്തിന് മാറ്റം ഉണ്ടാകുമ്പോൾ അതിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമായിട്ടാണ്. പാലക്കാട് പിന്നെയും കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാലക്കാട് വേറൊരാൾ ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചു. ഇന്നലെ വരെ BJPയുടെ സംസ്ഥാന വക്താവായിരുന്ന, സംസ്ഥാന നേതാവായിരുന്ന ഒരാള് മാറി വന്നു, രാഷ്ട്രീയ പാർട്ടി മാറി വന്നു. അപ്പൊ അയാളുടെ മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചില്ല. നമ്മളെ മാധ്യമങ്ങൾ വാർത്താ സമ്മേളനമൊക്കെ ലൈവായി ഇങ്ങനെ കൊടയൊക്കെ വെച്ച് ലൈവായി കൊടുക്കാൻ തുടങ്ങി. മാധ്യമങ്ങളിൽ പിറ്റേന്ന് ഇത് പറഞ്ഞല്ലോ, നേരത്തെ ജയദേവൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് അച്ചടി മാധ്യമങ്ങൾ പിന്നീട് കൊടുക്കുവാന്ന്. പിറ്റേന്ന് മനോരമയൊക്കെ നോക്കിയപ്പോഴേ സ്ട്രാറ്റജിക്കൽ മൂവ് KPCCന്റെ, അതായത് ഭയങ്കര നയതന്ത്രപരമായ നീക്കത്തില് സന്ദീപ് വാര്യർ ഇങ്ങോട്ട് പിടിച്ചു. ഒരു നയതന്ത്രപരമായ നീക്കുമല്ല, ഒരു തേങ്ങയല്ല, ഒരു കോപ്പുമല്ല, എങ്ങനെയോ പർച്ചേസ് ചെയ്തെടുത്തതായിരുന്നു. ഡോക്ടർ P സരീൻ രാജിവെച്ച് പറഞ്ഞപ്പോ മാധ്യമങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് കോൺഗ്രസിനോട് ആശയപരമായ നിലപാട് വ്യത്യാസമുണ്ട്, കോൺഗ്രസിനെ BJP പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ BJPനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന 2 ആളുകളാണ് KPCCയുടെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. ആശയപരമായി ഇത് പറഞ്ഞു. അപ്പോഴും മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അയൽവക്കത്തെ മാലിന്യം വിലക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം എന്ന്. മാധ്യമങ്ങൾ പറയുന്ന രാഷ്ട്രീയം ഇതാണ്. നമ്മളെ മാധ്യമങ്ങൾ നിഷ്പക്ഷാണെന്ന് വിചാരിക്കും. മാധ്യമങ്ങൾക്ക് പക്ഷപാതമില്ല, ആകെ പക്ഷപാതമില്ല ദേശാഭിമാനിക്ക് മാത്രമാണ്. കാരണം ദേശാഭിമാനി CPIMന്റെ മുഖപത്രമാണല്ലോ. അതുകൊണ്ട് ബാക്കി നിഷ്പക്ഷം, നിരന്തരം, നിർഭയം എല്ലാവരും വളരെ ഇതായിട്ട് പറയുന്ന പത്രങ്ങളാണ്. അതുകൊണ്ട് ഏഷ്യാനെറ്റും റിപ്പോർട്ടറും പിന്നെ മാതൃഭൂമിയും കൂടി പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. നരിക്കുനി അങ്ങാടിയിൽ നരി ഇറങ്ങി എന്ന് പറഞ്ഞാല് പിന്നെ 3 ചാനലിലും കൂടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേഗം വീട്ടിലേക്ക് ഓടിക്കോളോ, വാതിൽ അടച്ചോളോ, തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരെങ്കിലും പിടിച്ചിനോ എന്ന് പോലും നോക്കണ്ട. പിന്നെ വാട്സപ്പ് തുറന്ന് നോക്കിയാൽ മതി, നരി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി. ഇങ്ങനെയുള്ളൊരു ചിന്തയുള്ള കാലത്താണ് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരേ വിഷയങ്ങളിൽ മാധ്യമങ്ങൾ 2 നിലപാടെടുക്കുന്നു.
നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന മാധ്യമങ്ങൾ നിഷ്പക്ഷമാണെന്നാണ്. സന്ദീപ് വാര്യർ BJP-നെ തള്ളിപ്പറഞ്ഞില്ല, RSS-നെ തള്ളിപ്പറഞ്ഞില്ല എന്നുള്ളത് മാത്രല്ല, പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ മാറുമല്ലോ. തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിവസം അയാൾ ഒന്ന് പറഞ്ഞു, ഞാൻ എന്ത് വന്നാലും വേണ്ടിയില്ല, RSS-ന്റെ കാര്യാലയത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഭൂമി വിട്ടുകൊടുക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി എന്തായാലും ഭയങ്കര ചർച്ചയുണ്ടാവും, നമ്മളെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മളെ വഴിതെറ്റിയിട്ടൊക്കെ വിളിച്ചു പോകുന്നുണ്ട്, ഇന്ന് പോയിട്ട് 2 വർത്താനം പറയാം. ഒരൊറ്റ ഇതിലും ചർച്ചയുണ്ടായിരുന്നില്ല. സുധാകരൻ ആലപ്പുഴയിൽ നിന്ന് എന്തെങ്കിലും വളഞ്ഞു പൊളഞ്ഞു പോയിട്ട് ഒരു അക്ഷരത്തെറ്റില്ല വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഭയങ്കര ഇതാണ്. സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തിന് ചെറിയ മൂല്യഭ്രംശം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്ന് പ്രതിപക്ഷ നേതാവും VD സതീശനും K സുധാകരനും അപ്പുറം ഇപ്പുറത്തി മാമോദീസ മുക്കിക്കൊണ്ടെന്ന് സന്ദീപ് വാര്യർ. അതുമല്ല, എല്ലാ വിധത്തിലും സാക്ഷാൽ പാണക്കാട് തങ്ങളെ കണ്ട് എന്റെ ഇന്നലെ വരെയുള്ള എല്ലാ മുസീബത്തും പൊറുക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. പാണക്കാട് തങ്ങളെയും കണ്ടതിന് ശേഷമാണ് പറയുന്നത് ഞാൻ RSS കാര്യാലയത്തിന് സ്ഥലം കൊടുക്കുന്നു. RSS കാര്യാലയത്തിന് സ്ഥലം കൊടുക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, RSS-ലെ മാധ്യമങ്ങൾക്ക് യാതൊരു ബേജാറുമില്ല. കാരണം നമ്മുടെ മാധ്യമങ്ങൾക്ക് RSS എന്ന് പറയുന്നത് ഒരു ഭീഷണി ശത്രുവുമല്ല. അവര് RSS-നെ എങ്ങനെയാണ് മാധ്യമങ്ങൾ കാണുന്നത് എന്നുള്ള ഒരു വിഷയം കൂടി പറഞ്ഞാല് വലിയ ഇതാവും. 1948 ജനുവരി 30-നാണ് ഗാന്ധിജീനെ വെടിവെച്ച് കൊന്നല്ലേ. നമുക്ക് ആർക്കും സംശയമില്ല, ഗാന്ധിജീനെ വെടിവെച്ച് കൊന്നതാണ്. ഗാന്ധിജി ബസ് കയറിയിട്ട് മരിച്ചതല്ല, ഗാന്ധിജി കുഴഞ്ഞു വീണ് മരിച്ചതല്ല, ഹാർട്ട് അറ്റാക്കോ BP-യോ വന്നിട്ട് ഗാന്ധി മരിച്ചതല്ല, ഗാന്ധിയെ വെടിവെച്ച് കൊന്നതാണ്. ഗാന്ധിയെ വെടിവെച്ച് കൊന്നത് നാഥുറാം വിനായക് ഗോഡ്സെ ആയിരുന്നു. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതിന് നിരോധിക്കപ്പെട്ട ഒരേ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു, അത് രാഷ്ട്രീയ സ്വയം സേവക് സംഘാണ്, RSS ആണ്. ഈ RSS ഗാന്ധിജീനെ വെടിവെച്ച് കൊന്ന് 48 ജനുവരി 30 കഴിഞ്ഞ് 2023 ജനുവരി 30-ന് ഗാന്ധിജി കൊല്ലപ്പെട്ട് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിന് 75 വർഷമായപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ അത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചു, ഗാന്ധിനെ ഓർമ്മിച്ചു, ഗാന്ധിന്റെ വലിയ പടം കൊടുത്തു. ഞങ്ങളെ സാധാരണ പോലെ ഞങ്ങൾ ഒറ്റയൊരു പടം കൊടുത്തു. ഗാന്ധിജീനെ വെടിവെച്ച് കൊല്ലുന്ന ടോം വട്ടക്കുഴി വരച്ച ഒരു പടം വെച്ചിട്ട് കൊന്നതാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല ഗാന്ധിജിയെ കൊന്നതാണെന്ന്. അപ്പോ മലയാളത്തിന്റെ സുപ്രഭാതാണല്ലോ മലയാള മനോരമ വലിയ ലേഖനം കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജിന്റെ ബിർള ഹൗസിലെ ഗാന്ധിജിയുടെ അവസാന നിമിഷങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് മലയാള മനോരമ. പക്ഷെ അന്നൊരു എഡിറ്റോറിയൽ കൊടുത്തു. ആ എഡിറ്റോറിയലിൽ ഗാന്ധിജിനെയൊക്കെ സ്തുതിച്ചുകൊണ്ട് അതിന്റെ 2ാമത്തെ പാരാഗ്രാഫിൽ പറയുന്നുണ്ട്, നമ്മൾ ഗാന്ധിയെ കൊന്നു. ഞാൻ 1, 2, 3 വായിച്ചു നോക്കി. മനോരമ 2 വട്ടം 3 വട്ടം വായിച്ചാൽ പോരാ, മനോരമ വരികൾ കൂടിയിലും വാക്കുകൾ കൂടിയിലും വീണ്ടും വായിക്കേണ്ടി വരും. ഗാന്ധിനെ നമ്മൾ കൊന്നു. അപ്പൊ ഞാൻ നെഞ്ചത്തടിച്ച് നോക്കി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെന്തായാലും അതിലുണ്ടാവില്ല. കാരണം 1970 കഴിഞ്ഞിട്ട് ജനിച്ച നമ്മളെങ്ങനെ 1948 ഉണ്ടാവുക? പത്രം 10 രൂപ കൊടുത്ത് മേടിക്കുന്ന എല്ലാ കക്ഷികളെയും ഗാന്ധിജിയുടെ കൊലയാളിയാക്കി മനോരമ. ആരെങ്കിലും പ്രതിഷേധിച്ചോ? ഈ രാജ്യത്ത് ഒരുപാട് ഗാന്ധിയന്മാരുണ്ട് കേട്ടോ. അതായെന്ന് പറഞ്ഞാല് ഇടതുപക്ഷത്തിന് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിലും മനോരമയിലും മാതൃഭൂമിയിലും വന്നിട്ട് രാത്രി 9 മണിയാകുമ്പോൾ വരിയായിട്ട് വന്നിരിക്കുന്ന കാരശ്ശേരിമാര്, കൽപ്പറ്റമാരൊക്കെ ഉണ്ട്. ഭയങ്കര ഗാന്ധിയൻ മൂല്യബോധത്തിന്റെ ആളുകളാ. പക്ഷേങ്കില് ഒരു പത്രം, അതും മലയാള മനോരമ, ദേശാഭിമാനിയാണെങ്കിൽ പോട്ട് എന്ന് വിചാരിക്കാം, മലയാള മനോരമ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ഗാന്ധിയെ കൊന്നു എന്ന്. ഇടതുപക്ഷത്തിന് ട്യൂഷൻ എടുക്കുന്ന, ഇടതുപക്ഷം നിരന്തരം വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്, അപജയപ്പെടുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഒരു ചെറിയ വർത്താനം പറഞ്ഞോ മലയാള മനോരമയോട്? നിങ്ങൾ എഴുതിയത് തെറ്റാണ്, നിങ്ങളാണ് ഗാന്ധിയെ വധിക്കുന്നത്, നിങ്ങൾ ഗാന്ധിയെ അപമാനിക്കുകയാണ്, ഗാന്ധിയെ കൊന്നത് ഗോഡ്സെയാണ്, ഗോഡ്സെയുടെ പേരിൽ നിരോധിക്കപ്പെട്ടത് RSS ആണെന്ന് മലയാള മനോരമക്ക് പറയാൻ മടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. RSS-കാരനെ ഇപ്പോഴും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അപ്പൊ പിന്നെ നമുക്ക് വേറൊരു ഇതുണ്ട്, എന്തായാലും മാതൃഭൂമി ഇല്ലേ, ദേശീയതയുടെ പൈതൃകമില്ല പത്രാണല്ലോ. മാതൃഭൂമി എന്താ പറയുന്നത്? നിങ്ങൾ കോഴിക്കോട്ട് വന്നാൽ മതി, മാതൃഭൂമിയുടെ ഓഫീസ് കയറുമ്പം തന്നെ കാണാം, നമ്മുടെ ഈ ചില വീട്ടിലൊക്കെ ഉണ്ടാവും ഭസ്മ കൊട്ട തൂക്കിയിട്ട്, അതുപോലെ തൂക്കിയിട്ടുണ്ട് അവിടെ. അവർ പറയുന്ന പറഞ്ഞാൽ ഗാന്ധിജിയുടെ ജീവരക്തം തുളുമ്പിയ മണ്ണ് സൂക്ഷിച്ചിരിക്കുന്ന പത്രാണെന്നാണ്.
അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും മാതൃഭൂമി ഗംഭീരമായിട്ട് ഗാന്ധിനെ കൊടുത്തിട്ടുണ്ടാവും. മാതൃഭൂമി ഗംഭീരമായിട്ട് ഗാന്ധിനെ കുറിച്ച് ഒരു ലേഖനം കൊടുത്തു. ലേഖനം ഗംഭീരം, ഒരു 1.5 ലേഖനമായിരുന്നു. ലേഖനം എഴുതിയാള് പേര് നോക്കി, റാം മാധവ്. റാം മാധവ് ആരാണ്? RSSന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി. ഗാന്ധിയെ കൊന്നതിന് നിരോധിക്കപ്പെട്ട ആളെ കൊണ്ട് ഗാന്ധിയുടെ 75ാം രക്തസാക്ഷി ദിനത്തില്, രക്തസാക്ഷി വാർഷികത്തിൽ ഗാന്ധിയെ സ്തുതിച്ച് ലേഖനം എഴുതുക. നമ്മൾ സാധാരണ ഭാഷയിൽ പറയും കോഴീനെ നോക്കാൻ വേണ്ടി കുറുക്കനെ ഏൽപ്പിക്കുവാന്ന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈന്ദവ മതഭ്രാന്ത് വളർത്തുന്ന സംഘടനയെ ഗാന്ധി സ്തുതിക്ക് ഏൽപ്പിക്കുക. ഇവരാണ് കേരളത്തിൽ ഇപ്പോഴെന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മാധ്യമങ്ങൾ കുറച്ചു കാലമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഭയങ്കര സംഘപരിവാർ ഫോബിയാണ്. കേരളം ഇടതുപക്ഷത്തിൽ RSSന്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സംഘപരിവാർ വൽക്കരണമാണ് നടത്തുന്നതെന്ന് ഈ മാധ്യമങ്ങളാണ് പറയുന്നത് കേട്ടാ. പിന്നെ കുറെ ആളുകൾ പറയുന്നുണ്ട്, ഇവിടെ വേറൊരു പത്രം ഉണ്ടല്ലോ, മാധ്യമം എന്നാണ് പറയാ, വെള്ളിമാട് കുന്നിലെ വെള്ളി നക്ഷത്രമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്ന സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് എത്ര കാലത്ത് നിരോധിക്കപ്പെട്ടിരുന്നല്ല. ജമാഅത്തെ ഇസ്ലാമി ഭയങ്കര സംഘപരിവാർ വിരുദ്ധാണെന്നാണ് പറയുന്നത്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന് ഉത്തരേന്ത്യയിൽ അങ്ങോളം ന്യൂനപക്ഷങ്ങളാ, ഭക്ഷണത്തിന്റെ പേരിൽ, ബീഫിന്റെ പേരിൽ, വേഷത്തിന്റെ പേരിൽ, തൊപ്പിയിട്ടിട്ടില്ലെങ്കിലൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആളുകളെ കൊന്നു തള്ളുമ്പോഴേ RSSന്റെ നേതാക്കളുമായിട്ട് പോയിട്ട് സന്ധി ചർച്ച നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ് മാധ്യമം. ആ മാധ്യമവും മീഡിയ വണ്ണുമാണ് വലിയ ചർച്ച നടത്തുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇസ്ലാമോഫോബിയാണെന്ന്. നമുക്ക് മാധ്യമത്തിനെ കുറിച്ച് യാതൊരു പ്രശ്നവുമില്ല. ഏഷ്യാനെറ്റാണ് പിന്നെ ഒരു ഇതുള്ളത് അല്ലേ. ഏഷ്യാനെറ്റ് നേരോടെ, നിർഭയം, നിരന്തരം എന്നാണ്. ഏഷ്യാനെറ്റിന്റെ മുതലാളി ഇപ്പോഴും മാറിയിട്ടുണ്ട്. വാൾട്ടർ ഡിസ്നിയുടെ പുതിയ ഗ്രൂപ്പ് കൂടി കെ മാധവൻ മാറിയിട്ട് പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് ഇന്ത്യയിലെ ഒരു നടത്തിപ്പുകാരനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് രാജീവ് ചന്ദ്രശേഖർ എന്നാണ്. ഏഷ്യാനെറ്റും മീഡിയ വണ്ണും ഒരു കാലത്ത് നിരോധിക്കപ്പെട്ടിരുന്നു. ഒരു താൽക്കാലിക നിരോധനം വന്നിരുന്നു. ഡൽഹി കലാപം, ഡൽഹിയിലെ ബുൾഡോസർ രാജ് ഉണ്ടായപ്പോ അത് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലായിരുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏകദേശം ഒരു 4 വർഷം മുമ്പുള്ള കാര്യം. ഒരു ജനുവരിയിലായിരുന്നു. അന്ന് ഏഷ്യാനെറ്റ് മീഡിയ വണ്ണിന്റെ നിരോധനം പിൻവലിക്കുന്നതിന് മുമ്പ് ഏഷ്യാനെറ്റിന്റെ നിരോധനം റദ്ദാക്കപ്പെട്ടു. ഏഷ്യാനെറ്റ് എന്താ ചെയ്തതെന്ന് പറഞ്ഞാല് കേന്ദ്ര സർക്കാരിന് മാപ്പെഴുതി കൊടുത്തു. മാപ്പെഴുതി കൊടുത്തിട്ട് RSS BJP സർക്കാരിന് തങ്ങളെ നിരോധിച്ചപ്പോ മാപ്പെഴുതി കൊടുത്തിട്ട് തങ്ങളുടെ സ്വാതന്ത്ര്യം, പ്രവർത്തിക്കാനുള്ള അവകാശം നേടിയ പത്രമാണ്, ചാനലാണ്. ഭയങ്കര RSS വിരുദ്ധത. ഇടതുപക്ഷത്തിന് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്, RSSൽ കുഴപ്പമുണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെ തങ്ങളിലുള്ള രാഷ്ട്രീയത്തെ പൊതിഞ്ഞും ഒളിച്ചും വെച്ചും കൊണ്ട് ഇടതുപക്ഷത്തെ മെച്ചപ്പെടുത്തുന്നതിന്, ഇടതുപക്ഷത്തെ നന്നാക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര യത്നത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നത്. ഇവർ പറയുന്നത് ജനാധിപത്യത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ ജനാധിപത്യത്തിന്റെ പ്രചാരകരാണ്. 4ാം തൂണ് എന്നാണ് മാധ്യമങ്ങളെ പറയാം. നമുക്കറിയാലോ, 4th എസ്റ്റേറ്റ് എന്ന് പറയും. മാധ്യമങ്ങൾ ഇല്ലത് കൊണ്ടാണ് ജനാധിപത്യം നിലനിൽക്കുന്നതെന്ന് പറയാം. കേരളത്തിലും ഇന്ത്യയിലും ജനാധിപത്യം വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ച 2-3 ഘട്ടങ്ങളുണ്ട്. ഈ ഘട്ടങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങൾ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് പരിശോധിക്കുകയും എന്ന് പഠിക്കുകയും ചെയ്താൽ ഭയങ്കര ബേജാറൊന്നും ഉണ്ടാവില്ല. നമ്മൾ കാര്യങ്ങളെ കൃത്യമായിട്ട് പഠിക്കുകയും ചരിത്രം പഠിക്കുകയും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ ഇവരുടെ വർഗ സ്വഭാവം മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ വാർത്തകൾ കൊടുക്കുന്നതിനെ കുറിച്ച് യാതൊരു മൗഢ്യവും ഉണ്ടാവില്ല. 1957 ഏപ്രിൽ 5-നാണ് 56 നവംബർ 1-ന് ഐക്യ കേരളം രൂപപ്പെടുകയും 1957 ഏപ്രിൽ 5-ന് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ലോകത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായിക്കൊണ്ട് കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു. ഒരാഴ്ചക്കുള്ളിൽ ആ സർക്കാർ ഒരു തീരുമാനം എടുത്തു. കുടിയിറക്ക് റദ്ദാക്കിക്കൊണ്ട് കേരളത്തിലെ മണ്ണില്ലാത്ത, ഭൂമിയില്ലാത്ത, വീടില്ലാത്ത മനുഷ്യരെ ഭൂമിയുടെ ഉടമകളാക്കി. ബഷീർ പറഞ്ഞതുപോലെ ഈ ലോകത്തിന്റെ അവകാശികളാക്കി കമ്മ്യൂണിസ്റ്റ് സർക്കാർ. ഏപ്രിൽ 12 കഴിഞ്ഞു. വിദ്യാഭ്യാസ ബില്ല് കൂടി സർക്കാർ കൊണ്ടുവരുന്നു എന്ന് തോന്നിയപ്പോൾ കേരളത്തില്
ആ സർക്കാരിനെതിരായിട്ട് വലിയ സമരങ്ങൾ ഉണ്ടായി. സെൽ ഭരണമാണ്, പാർട്ടി ഭരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതായി. അക്കാലത്ത് മലയാളത്തില് 38 വാർത്താപത്രങ്ങളായുള്ള, ഈ മാധ്യമങ്ങൾ എന്ന് പറയാവുന്ന സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് പറയേണ്ടതില്ല, 38 വാർത്താപത്രങ്ങളാണുള്ളത് 1958 കൂടി. അന്ന് കേരളം മലയാളികളുടെ ഒരു മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ EMS ഇക്കാര്യം പറയുന്നുണ്ട്. അന്ന് എങ്ങനെയാണ് പത്രങ്ങൾ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായിട്ട് രൂപപ്പെട്ടു വന്ന പിന്തിരിപ്പൻ പ്രതിലോമ സമരത്തിനോട് സ്വീകരിച്ച സമീപനമെന്ന്. വിദ്യാഭ്യാസ ബില്ലുകൂടി കടന്നു വന്നപ്പോഴേ കേരളത്തിൽ സെൽ ഭരണമാണെന്ന് പറഞ്ഞുകൊണ്ട് മന്നം പട്ടം ബാഫയ്ക്ക് തങ്ങള് ആർ ശങ്കർ സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യത്തോടുകൂടി കേരളത്തിന്റെ പൊതുജനാധിപത്യ വേദിയിൽ വർഗീയ വിഷമുന്നണി കടന്നു വരികയും സാമുദായിക രാഷ്ട്രീയം പച്ചയായി കേരളത്തിന്റെ തെരുവിലേക്ക് കടന്നു വരികയും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായിട്ട് വിമോചന സമരം ആരംഭിക്കുകയും ചെയ്തു. നമ്മൾ അങ്ങനെയാണ് പറയാ, കേരളത്തിലെ ആദ്യത്തെ ജനാധിപത്യ സർക്കാരിനെതിരായിട്ട് വന്നിട്ടുള്ള പ്രതിലോമകരമായിട്ടുള്ള സാമുദായിക വിഷജീവികൾ നടത്തിയ സമരത്തിന് നമ്മളെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പേരാണ് വിമോചന സമരം. എന്തിൽ നിന്ന് എന്തിനെയാണ് വിമോചിപ്പിച്ചത്? ഇങ്ങനെയാണ് മാധ്യമങ്ങളുടെ ഭാഷ. മാധ്യമങ്ങൾ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അന്നുവരെയുള്ള എന്തോ മോശമായിരുന്നു, മോശമായതിൽ നിന്ന് നല്ലതിലേക്ക് നയിക്കുന്നതാണല്ലോ വിമോചനം എന്ന് പറയുന്നത്. ഈ വിമോചന സമരം കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വലതുപക്ഷ അട്ടിമറി സമരമായിരുന്നു, വലതുപക്ഷ അരാഷ്ട്രീയ സമരമായിരുന്നു 1957 അവസാനം മുതൽ 59 ജൂലൈ 12 അവസാനിച്ച സമരം. ജൂലൈ 12 പിരിച്ചുവിടുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്. ഈ ജനാധിപത്യ വിരുദ്ധ പ്രതിലോമകരമായിട്ടുള്ള സമരം നടക്കുമ്പോഴേ അന്നത്തെ പത്രങ്ങൾ ചെയ്തിരുന്നത് എന്തായിരുന്നു? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇപ്പോഴേ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത വീണ്ടും വന്നപ്പോഴേ നമ്മളെല്ലാവരും ആ മുദ്രാവാക്യങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിച്ചിട്ടുണ്ടാവും. തമ്പ്രാൻ എന്ന് വിളിക്കില്ല, തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളേൽ കഞ്ഞി കുടിപ്പിക്കും. 1958 കേരളത്തിന്റെ തെരുവിൽ വിമോചന സമരത്തോടൊപ്പം പുറത്തു വന്ന ഒരു മുദ്രാവാക്യമായിരുന്നു. അന്ന് വേറൊരു മുദ്രാവാക്യം കൂടി വിളിച്ചു, കക്ക വിക്ക നമ്പൂരി നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ താടി വടിച്ചോ നമ്പൂരി. അതിലും നിർത്തിയില്ല, ചാത്തം പുലയ കോവാല ഗൗരിപ്പെണ്ണെ ചോവത്തി രാജിവെച്ച് പോ പുറത്തു. ഭയങ്കര ഉപമയും ഉൽപ്രേക്ഷയൊക്കെ തുടങ്ങിയിട്ടുള്ള വളരെ വലിയ മുദ്രാവാക്യാണല്ലേ. ഈ മുദ്രാവാക്യത്തെ പരിശോധിക്കുകയാണെങ്കിൽ ജാതീയമായിട്ടുള്ള അധിക്ഷേപം, ഏറ്റവും പിന്നോക്കക്കാരോടും താഴേക്കടയിൽ ആളുകളോടുള്ള വെറുപ്പും വിദ്വേഷവും. ഇന്ന് എങ്ങനെയാണ് സംഘപരിവാർ ഒരു പ്രത്യേക മതത്തിനോട് വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന പരാമർശങ്ങളും ഭാഷയും സംസ്കാരവും ഉപയോഗിക്കുന്നതോ അതിന്റെ അതേ അളവില് 1958 കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക പരിസരത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഈ മുദ്രാവാക്യങ്ങൾ, ചാത്തൻ പുലിയ കോവാല എന്ന് പറഞ്ഞാല് ചാത്തൻ മാഷെ കുറിച്ചായിരുന്നു, കേരളത്തിന്റെ മന്ത്രിയായിരുന്നത്. കോവാല എന്ന് വിളിച്ചത് കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള KP ഗോപാലൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ആദ്യത്തെ തൊഴിൽ മന്ത്രിയെ കുറിച്ചായിരുന്നു. കേരളത്തിലെ എക്കാലത്തെയും വിപ്ലവത്തിന്റെ ഗർജനമായിട്ടുള്ള ഉജ്ജ്വലയായിട്ടുള്ള വിപ്ലവകാരിയായിട്ടുള്ള KR ഗൗരിയമ്മ, കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയെയാണ് ഗൗരിപ്പെണ്ണെ ചോവത്തി എന്ന് ജാതീയമായ അധിക്ഷേപം നടത്തുന്നത്. ഈ മുദ്രാവാക്യം എഴുതിയത് കോൺഗ്രസ്സുകാരായിരുന്നില്ല, മുസ്ലിം ലീഗുകാരായിരുന്നില്ല, കേരള കോൺഗ്രസ് പിന്നീടാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മന്നത്തിന്റെ NSSO ആർ ശങ്കറിന്റെ SNDPയോ ആയിരുന്നില്ല. വിമോചന സമരത്തിന്റെ ഭാഗമായിട്ട് സ്ഥാപിതമായിട്ടുള്ള ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള പൗരധ്വനി എന്ന് പറയുന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നു. അത് പിന്നീട് ദീപിക പത്രം വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെയാണ് അങ്കമാലി കല്ലറയിൽ ഫ്ലോറി എന്നൊരു ഗർഭിണിയെ വെടിവെച്ചു കൊന്നൊരു സർക്കാരെ എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഉണ്ടാക്കുന്നത് ദീപികയിലെ പത്രാധിപന്മാരായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ പത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് എങ്ങനെയാണ് വലതുപക്ഷത്തിന്റെ അജണ്ട അവർ മുന്നോട്ട് കൊണ്ടുവന്നതെന്നാണ്. ഇങ്ങനെ പത്രങ്ങൾ ഉറഞ്ഞു തൊള്ളിയപ്പോഴേ
1958 മെയ് 1 പുത്തരിക്കണ്ടം മൈതാനിയില് മെയ്ദിന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായിട്ടുള്ള സഖാവ് EMS മെയ്ദിന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പ്രസംഗം നടത്തി. അന്ന് EMS പറഞ്ഞു, കേരളത്തിലെ പത്രങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം, ഞങ്ങളെ കുറ്റപ്പെടുത്താം, ഞങ്ങളെ ആക്ഷേപിക്കാം, അതും കഴിഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങളെ അധിക്ഷേപിക്കാം, പക്ഷേ നിങ്ങളുടെ അജണ്ട ഞങ്ങളിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ പത്രത്തിൽ വെച്ചാ മതി. കാരണം ഞങ്ങൾക്ക് വേറൊരു അജണ്ടയുണ്ട്, അത് ജനകീയമായ അജണ്ടയാണ്. ഞങ്ങളൊരു പ്രകടന പത്രിക മാനിഫെസ്റ്റോ അവതരിപ്പിച്ച് അധികാരത്തിൽ വന്നതാണ്. ജനങ്ങളുടെ അജണ്ട നടപ്പിലാക്കാനുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാര്. ആ ജനങ്ങളുടെ അജണ്ടയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മാധ്യമങ്ങൾക്ക്, പത്രങ്ങൾക്ക്, സാർത്ഥവാഹക സംഘത്തിന് മുന്നോട്ട് പോകാം. ഞങ്ങൾ അതിലുമുപരിയായി ഞങ്ങളുടെ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമെന്ന് 1958 മെയ് 1 പുത്തരിക്കണ്ടം മൈതാനിയിൽ മെയ്ദിന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് EMS പറഞ്ഞ അതേ പ്രഖ്യാപനം തന്നെയാണ് ഈ 2024 നവംബറിലും മാധ്യമങ്ങളോട് പറയാനുള്ളത്. അന്ന് അച്ചടി മാധ്യമങ്ങൾ കേവലം വിരലിലുണ്ടാവുന്ന പത്രങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ഇന്ന് 1000 നാവുള്ള അനന്തന്മാരെ പോലെ നമ്മുടെ എല്ലാവരുടെയും പോക്കറ്റിലടക്കം എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ ഉണ്ടാവില്ല. കാരണം എന്ന് പറയുന്നത് മരം എന്ന് പറയുന്നത് ഇന്നിപ്പം കേരളത്തിൽ അധികം കാണാൻ പറ്റാത്ത ഒരു സാധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് എവിടെയായാലും മാധ്യമങ്ങളാണ്. നമ്മളെല്ലാവരും തന്നെ മാധ്യമ പ്രവർത്തകരാണ്. കാരണം എന്ന് പറഞ്ഞാല് വാട്സപ്പിൽ ഒരു സാധനം കിട്ടിയാൽ അത് വേഗം വായിച്ചു നോക്കൂല, വേഗം അടുത്ത ഗ്രൂപ്പിലേക്ക് അങ്ങോട്ട് ഉന്തി ഇടുക. ഫോർവേഡ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ പുതിയ മാധ്യമ ഭാഷയാണ് ഉന്തി ഇടുക, തള്ളി ഇടുക എന്ന് പറയും. ഇതൊരു 4-5 ഗ്രൂപ്പിലേക്ക് നമ്മൾ തള്ളി ഇട്ടു നോക്കും. എന്നിട്ടാണ് നോക്കുമ്പം വിചാരിക്കുക, പടച്ചോനെ അത് ഫേക്കാണോ, അത് വ്യാജാണോ, അത് നമ്മളെ കുറിച്ച് തന്നെയാണോ, അല്ലെങ്കിൽ വേറെ തെറ്റായതാണോ എന്ന് അങ്ങനെ യാതൊരു ചിന്തയും ഉണ്ടാവില്ല. വേഗം എങ്ങനെയെങ്കിലും ഇതൊരു 4-5 ഗ്രൂപ്പിലേക്ക് തള്ളിയിടണം. അങ്ങനെ മാധ്യമങ്ങളുടെ ഇരകളാവുന്ന നമ്മളും എല്ലാവരും തന്നെ നമ്മൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലത്ത് 1958 കേവലം 38ഓളം മാധ്യമങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മാധ്യമങ്ങൾ ചെയ്തിരുന്ന പണി ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പണിയായിരുന്നു. പിന്നെ മാധ്യമങ്ങൾ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ഉണ്ടായി, അതുകൊണ്ട് മാധ്യമങ്ങളുടെ അജണ്ട ചിലപ്പോൾ വിജയിച്ചിട്ടുണ്ടാവും. 1959 ജൂലൈ 12 കഴിഞ്ഞ് ജൂലൈ 31 EMS സർക്കാരിനെ പിരിച്ചുവിട്ടു. അന്ന് നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഹോർത്തൂസ് എന്ന് പറയുന്ന ഒരു മലയാള മനോരമയുടെ കൊട്ടിഘോഷിച്ച ഒരു പ്രദർശനം ഉണ്ടായിരുന്നു. നിങ്ങൾ അപ്പോഴേ 1959 ആഗസ്റ്റ് 1 മലയാള മനോരമ അവരുടെ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ എടുത്തു നോക്കണമായിരുന്നു. അന്ന് ഒരു ജനാധിപത്യ സർക്കാരിനെ പിരിച്ചുവിട്ടപ്പോഴേ 1959 ആഗസ്റ്റ് 1 മലയാള മനോരമ ആ ബീച്ചിലെ പ്രദർശന വേദിയിൽ ഉണ്ടായിരുന്നു. EMS സർക്കാരിനെ രാഷ്ട്രപതി പുറത്താക്കി. പിരിച്ചുവിട്ടു എന്നില്ല, പുറത്താക്കി എന്ന് പറഞ്ഞാൽ ഇവരെപ്പോഴോ പുറത്തു പോകേണ്ടതാണ്. ഇന്ദിരയുടെ പ്രലോഭനത്തിലും നിർബന്ധത്തിലും കേന്ദ്രം എന്തോ ഒരു നല്ല കാര്യം ചെയ്തു എന്നുള്ളതായിരുന്നു. 1959 വിമോചന സമരം കഴിഞ്ഞിട്ട് കേരളത്തിലെ ജനാധിപത്യം, നമ്മുടെ സംസ്കാരം, നമ്മുടെ രാഷ്ട്രീയമൊക്കെ വലിയൊരു പ്രതിസന്ധി നേരിടുന്നത് 1975 അടുത്ത വർഷം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വലിയ 2 ദുരന്തത്തിന്റെ വാർഷികം അനുസ്മരിക്കുന്ന വേളയാണ്. 2025 എന്ന് പറയുന്നത് ഒന്ന് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണ്, സുവർണ ജൂബിലി. 1975 ജൂൺ 25 അർദ്ധരാത്രിയാണ് എല്ലാ ഭരണഘടനാ അവകാശങ്ങളും സ്വാതന്ത്ര്യവും പൗരാവകാശങ്ങളും റദ്ദാക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 2025 അതിന്റെ 50ാം വാർഷികമാണ്. 2025 വേറൊരു ദുരന്തത്തിന്റെ കൂടെ വാർഷികമാണ്. അത് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന സംഘപരിവാറിന്റെ RSS രൂപീകരിക്കപ്പെട്ടതിന്റെ 100ാം വാർഷികം കൂടിയാണ്. ഇപ്പോഴും നമ്മളാരും അടിയന്തരാവസ്ഥ എന്ന് വിചാരിക്കുന്നില്ല. പക്ഷെ തുപ്പേട്ടന്റെ ഒരു നാടകത്തിൽ പറഞ്ഞതുപോലെ അവസ്ഥ വളരെ മോശമാണ്.
അടിയന്തരാവസ്ഥ എന്ന് വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ. പത്രങ്ങൾക്കെതിരായിട്ട്, മാധ്യമങ്ങൾക്കെതിരായിട്ട് ഡിക്റ്റേറ്റർഷിപ്പോ സെൻസർഷിപ്പോ ഇല്ലാന്നേ ഉള്ളൂ. വളരെ മോശമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞു വന്നത് 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് എന്ന് പറയുന്ന നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളെങ്കിലും എന്തു ചെയ്തു? 1975 ജൂൺ 26 ഇറങ്ങിയിട്ടുള്ള ദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിച്ചത് ഇന്ത്യ അർദ്ധ ഫാസിസത്തിൽ നിന്ന് ഫാസിസത്തിലേക്ക് പെൺ ഹിറ്റ്ലർ ജനിച്ചു എന്ന തലക്കെട്ടോടുകൂടി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ മുഴുവൻ പടം കൊടുത്തു. പക്ഷെ പേര് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോഴേക്ക് സർക്കാരിന്റെ സെൻസറിങ് വന്നു. പക്ഷെ മധുലിമായെ, ചരൺ സിംഗ്, ജഗ്ജീവൻ റാം ആദ്യഘട്ടത്തിൽ, രാജ്നാരായണൻ, ചന്ദ്രശേഖർ, EMS, AKG, അങ്ങനെ ഒട്ടുമിക്ക പ്രതിപക്ഷ നേതാക്കളുടെയും പടം കൊടുത്തു. ഇത് നോക്കിയാൽ അറിയായിരുന്നു നമ്മുടെ ജനാധിപത്യം തടവറയിലാണ്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ തടവറയിലാണെന്ന്. ആ സമയത്ത് വാർത്ത എഴുതാൻ, പ്രസിദ്ധീകരിക്കാൻ ഒക്കെ തന്നെ പോലീസുകാർ സെൻസർമാരാക്കിക്കൊണ്ട് ജനാധിപത്യം തടങ്കലിലാക്കപ്പെട്ട അവസ്ഥയിൽ നമ്മുടെ പത്രങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? നമ്മുടെ 2-3 പത്രങ്ങൾ എടുത്തു നോക്കാം. കുറെ കഴിഞ്ഞപ്പോൾ ദേശാഭിമാനിക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ആദ്യകാലത്ത് മുഖപ്രസംഗത്തിലൂടെയാണല്ലോ പത്രങ്ങൾ എപ്പോഴും തങ്ങളുടെ നിലപാട് പറയാം. അപ്പോഴേ അന്ന് മുഖപ്രസംഗത്തിലൂടെ ദേശാഭിമാനി 2 കാര്യം ചെയ്തു. ഒന്ന്, ഗാന്ധിയുടെ വചനങ്ങൾ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ പോലീസുകാരനാണെങ്കിലും വിവരമുണ്ട് എന്ന് പറഞ്ഞ പോലെ പോലീസുകാർ പറഞ്ഞു, സെൻസർമാര് ഗാന്ധി വചനങ്ങൾ ഇനി പ്രസിദ്ധീകരിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ നേരെ ഒരു കാര്യം ചെയ്തു, ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകങ്ങൾ ഇത് കൊടുക്കാൻ തുടങ്ങി. കാരണം സ്വന്തം മകളാണല്ലോ ഭരിക്കുന്നത്. അച്ഛൻ മകൾക്ക് അയച്ച കത്തുകളിലെ വാചകങ്ങൾ വെച്ചിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചു. അപ്പൊ പറഞ്ഞു എഡിറ്റോറിയൽ അതും കൊടുക്കാൻ പാടില്ല. ടാഗോറിന്റെ വരികള് എവിടെ തലയുയർത്തി ശിരസ് ഉന്നതമായി നിൽക്കുന്നു അവിടെയാണ് ജനാധിപത്യം പൂക്കുന്നത് എന്നുള്ള ടാഗോറിന്റെ വരികളൊക്കെ കൊടുത്തു. അപ്പൊ ടാഗോറിന്റെ വരികളും പ്രസിദ്ധീകരിക്കുന്നു. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്തു, മുഖപ്രസംഗത്തിന്റെ കോളം കറുത്ത വരയിട്ടുകൊണ്ട് ഒഴിച്ചു വെച്ച് ശൂന്യമായിട്ട് പ്രതിഷേധിച്ചു. ഇന്ത്യയിൽ 2 പത്രങ്ങളെ അന്ന് ഇങ്ങനെ പ്രതിഷേധിച്ചിരുന്നുള്ളൂ. മലയാളത്തിൽ ദേശാഭിമാനിയായിരുന്നു, മറ്റൊന്ന് ഇംഗ്ലീഷ് പത്രമായിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. രാംനാഥ് ഗോയങ്ക എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കുത്തക മുതലാളിയുടെ പത്രമായിട്ടുള്ള ദ ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് ഇതുപോലെ കോളം ഒഴിച്ചു വിട്ടുകൊണ്ട് മുഖപ്രസംഗം കൊടുക്കാതെ പ്രതിഷേധിച്ചു. കാരണം ഗോയങ്ക അന്ന് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയെ എതിർത്ത ഏറ്റവും വലിയ മുതലാളിമാരുടെ കൂട്ടത്തിലെ ഒരേ ഒരാളായിരുന്നു ഗോയങ്കയായിരുന്നു. ഗോയങ്കയുടെ പത്രവും അന്ന് മലയാളത്തിലെ പത്രങ്ങൾ എന്തായിരുന്നു ചെയ്തത്, എന്താണ് അപ്പോൾ മറ്റു പത്രങ്ങൾ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗം എന്ന് നമ്മൾ എടുത്തു പരിശോധിക്കണം. കാരണം ജനാധിപത്യ ഗളച്ഛേദം നടത്തപ്പെട്ട കാലത്ത് അന്ന് മലയാള മനോരമയുടെ വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു മുഖപ്രസംഗം ഉണ്ടായിരുന്നു. വെട്ടുകിളി ശല്യം, കർഷകർ ദുരിതത്തിൽ. കാരണം വെട്ടുകിളി വന്നിട്ട് നെല്ലും തേങ്ങയും ചക്കയൊക്കെ കൊത്തിക്കൊണ്ടുപോകുന്നതുകൊണ്ട് കർഷകർ ഇതാണെന്ന്. ഭരണകൂടം വെട്ടുകിളിയായി മാറ്റിക്കൊണ്ട് പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും ഒക്കെ തന്നെ ലംഘിക്കപ്പെടുന്ന, കൊല്ലപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളും ജയിലറയിൽ അടക്കപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിൽ ഗരുഡൻ തൂക്കവും പമ്പാവാസനും മാത്രം അരങ്ങേറിയ ചാത്തമംഗലത്തെ REC എന്ന് പറയുന്ന ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥി ഒരു പാട്ട് പാടിയതിന്റെ പേരിൽ പോലീസ് കൊണ്ടുപോയി ഉരുട്ടി കൊന്നുപോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നറിയാത്ത ജനാധിപത്യ ധ്വംസനം അരങ്ങേറിയ കാലത്ത് ജനാധിപത്യത്തിനെ വെട്ടുകിളിയായിട്ട് ഭരണകൂടം അരിഞ്ഞരിഞ്ഞു വീഴ്ത്തിയപ്പോഴേ കർഷകർക്ക് നേരിടുന്ന വെട്ടുകിളി ശല്യത്തിനെ കുറിച്ചായിരുന്നു നമ്മുടെ മലയാളത്തിലെ ഒരു പ്രധാന പത്രത്തിന്റെ വേവലാതി. മറ്റൊരു പത്രത്തിന്റെ മുഖപ്രസംഗം ബ്രിട്ടന്റെ ആഭ്യന്തര നയത്തിനെ കുറിച്ചുള്ള തകർച്ചയെ കുറിച്ചായിരുന്നു. ഫോക്ലൻഡ് യുദ്ധം വന്ന് ബ്രിട്ടനിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ബ്രിട്ടൻ തകർന്നു വീഴുന്നു എന്നുള്ളതിനെ കുറിച്ച്. ഇന്ത്യയിലെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും പൗരാവകാശവും മനുഷ്യാവകാശവും ഒക്കെ ലംഘിക്കപ്പെട്ടപ്പോഴേ നമ്മുടെ പത്രങ്ങൾക്ക് യാതൊരു ആശങ്കയുണ്ടായിരുന്നില്ല. ബ്രിട്ടന്റെ ആഭ്യന്തര നയത്തിനെ കുറിച്ചായിരുന്നു മാതൃഭൂമിയുടെ നിലവിളി. ജനാധിപത്യം ക്രൂരമായി കൊല ചെയ്യപ്പെട്ട വേളയിൽ ഒരക്ഷരം കൊണ്ടുപോലും, ഒരു വാക്കുകൊണ്ടുപോലും, കടമ്മനിട്ടയുടെ കവിതയിൽ പറയുന്ന വാക്കുകൾ ഉദ്ധരിച്ചാല്
ഒരു പട്ടിയായി മോങ്ങാൻ പോലും തയ്യാറാവാതെ, ഒരു വാല് പോലും ആട്ടാൻ കഴിയാതെ, നിർദാക്ഷിണ്യം, നിർലജ്ജം ഇതിനെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയാവുന്ന രൂപത്തിൽ കൂട്ടിക്കൊടുപ്പ് നടത്തിയിട്ടുള്ള മാധ്യമങ്ങളുടെ അജണ്ടയെ കുറിച്ചാണ് നമ്മൾ വേവലാതിപ്പെടുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ ആശങ്കപ്പെടുന്നത്. 1992 ഡിസംബർ 6 എന്ന് പറയുന്നത് ഇപ്പോഴും ചില ആളുകൾ പറയുന്നുണ്ട് ബാബറി മസ്ജിദ് തകർന്നതാണ്. ഇപ്പോഴും ചില ആളുകൾ പറയുന്നുണ്ട് അത് ജാംബവാന്റെ കാലത്ത് നടന്ന കാര്യമാണ്. നരസിംഹറാവു എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ ജാംബവാൻ എന്ന KPCC പ്രസിഡന്റാണ് വിളിച്ചത്. നമ്മളൊന്നും ആയിരുന്നില്ല, വേറെ ആരെങ്കിലും ആണ് വിളിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. MM മണിയങ്ങാരനാണ് ജാംബവാന്റെ കാലത്താണ്, ജാംബവാനായിരുന്നു ബാബറി മസ്ജിദ് പൊളിക്കുമ്പോഴേ പ്രധാനമന്ത്രി ജാംബവാനായിരുന്നു എന്ന് പറഞ്ഞാല് നമ്മുടെ മാധ്യമങ്ങളിൽ എന്തൊരു ചർച്ചയായിരിക്കുമായിരുന്നു. നമ്മുടെ ശബ്ദധാരാവലി, നമ്മുടെ പുതിയ കേരളവാണിയൊക്കെ വെച്ചിട്ട് എല്ലാ പദങ്ങളും വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷാ ജനാധിപത്യ പ്രയോഗത്തിനെ കുറിച്ച്, കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷാ ശൈലിയെ കുറിച്ച്, കമ്മ്യൂണിസ്റ്റുകാരുടെ പദപ്രയോഗത്തിനെ കുറിച്ചൊക്കെ ചർച്ച നടത്തുമായിരുന്നു. KPCC പ്രസിഡന്റ് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മരിച്ചുപോയിട്ടുള്ള ഒരു മനുഷ്യനാട്ടാ. മൻമോഹൻ സിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞ് സബൂറാക്കാം. പക്ഷേങ്കിൽ മുൻ മരിച്ചുപോയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ ജാംബവാൻ എന്ന് വിളിച്ചപ്പോഴേ ഒരു ചർച്ചയുമില്ല, അധിക്ഷേപമില്ല. പക്ഷെ ഇത് ജാംബവാന്റെ കാലത്തല്ല നടന്നത്. ഇന്ത്യയിൽ 16 ഭാഷ അറിയുന്ന, പക്ഷെങ്കിൽ മനുഷ്യന്റെ ഭാഷ, ജനാധിപത്യത്തിന്റെ ഭാഷ, മതനിരപേക്ഷതയുടെ ഭാഷ അറിയാത്ത ഒരു മൗനി ബാബ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ താഴികക്കുടം തകർത്തെറിഞ്ഞത്. 1992 ഡിസംബർ 6 നടന്നത് സംഘപരിവാറിന്റെ ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള പദസഞ്ചലനവും കർസേവയുമായിരുന്നു എന്ന് പറയാൻ അന്നൊരു മാധ്യമങ്ങൾക്ക് നാവ് പൊന്തിയിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സുധാകരൻ പറഞ്ഞ ജാംബവാൻ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ബേജാറുമില്ല. നരസിംഹറാവുവിനെ ജാംബവാൻ എന്ന് വിളിക്കുക, എന്തും വിളിക്കുക. കാരണം പറഞ്ഞാൽ സുധാകരൻ അതൊക്കെ വിളിക്കാൻ നല്ല യോഗ്യതയുണ്ട്. കാരണം സംഘപരിവാറിന്റെ ശാലയിലേക്കാണ് ഇടതുപക്ഷം പോകുന്നതെന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ RSSന്റെ ശാഖക്ക് കാവൽ നിന്നതാണെന്ന് പറഞ്ഞ് അതിൽ അഭിമാനിക്കുന്ന ആളാണ് KPCC പ്രസിഡന്റ്. മാധ്യമങ്ങൾ ആരും ചോദിച്ചിട്ടില്ല എങ്ങനെയാണ് ഒരു KPCC പ്രസിഡന്റായിട്ട് RSSന്റെ ശാഖക്ക് കാവൽ നിന്ന് ആളെ നിൽക്കുന്നത് എന്ന്. മാധ്യമങ്ങൾക്ക് അതിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഗാന്ധിജിയുടെ കൊലപാതകത്തില് മാപ്പ് സാക്ഷിയായിരുന്ന, പ്രതിക്കൂട്ടിലുണ്ടായിരുന്ന VD സവർക്കറുടെ ഫോട്ടോയിൽ മാല ചാർത്തിയ ആള് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ആർക്കും തന്നെ ഈ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംഘപരിവാറിന്റെ കുഴലൂത്ത് നടത്തുന്നവരാണോ, ഇവരാണോ സംഘപരിവാറിന്റെ പ്രചാരകരെന്ന് ആരും ചോദിച്ചില്ല. പക്ഷെ 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തപ്പോൾ 92 ഡിസംബർ 7 നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്തത്? മലയാളത്തിലെ പ്രധാനപ്പെട്ട പത്രം എഴുതിയത് ബാബറി മസ്ജിദ് തകർന്നു എന്നായിരുന്നു. മറ്റൊരു പത്രത്തിന്റെ തലക്കെട്ട് ബാബറി മസ്ജിദ് പൊളിഞ്ഞു എന്നായിരുന്നു. വലിയൊരു കാറ്റും മഴയും ഉണ്ടായാല് നമ്മളെ വീടൊക്കെ ചിലപ്പോ കോൺക്രീറ്റ് ആണെങ്കിലും പൊളിഞ്ഞു പോവും. നമ്മളെ അങ്ങാടി തന്നെ കുറെ ഇത് തകർന്നു പോവും. പക്ഷേങ്കിൽ നമ്മളെല്ലാവരും കണ്ടതാണ് അന്നുള്ള ഇതില് ഉമാഭാരതിയും മുരളി മനോഹർ ജോഷിയും സ്വാമി റിദ്ധാംബരി അടക്കമുള്ള ഇന്ത്യയിലെ ഹൈന്ദവ ഭീകരവാദികൾ ഉന്മാദ നൃത്തം നടത്തിക്കൊണ്ട് ജയ് ശ്രീരാം എന്ന് പറയുന്ന അക്രമോത്സുകമായിട്ടുള്ള ഹൈന്ദവ വർഗീയ പിന്തിരിപ്പൻ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു മതനിരപേക്ഷതയുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ആരാധിക്കുന്ന ഒരു വിശുദ്ധമായിട്ടുള്ള ആരാധനാലയം തകർത്തെറിഞ്ഞപ്പോഴേ നമ്മുടെ മാധ്യമങ്ങള് അത് തകർത്തു എന്ന് പറയാൻ പാടില്ല, അത് പൊളിഞ്ഞു എന്നും തകർന്നു എന്നുമായിരുന്നു. മലയാള ഭാഷയുടെ ഏറ്റവും വലിയ അവാർഡ് ഈ അടുത്ത കാലത്ത് കിട്ടിയിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ള NS മാധവന്റെ ഒരു കഥയുണ്ട്. അത് തിരുത്ത് എന്നാണ്. മതനിരപേക്ഷ ജനാധിപത്യവാദികളൊക്കെ ആവർത്തിച്ച് വായിക്കുകയും ആവർത്തിച്ച് പഠിക്കുകയും ചെയ്യേണ്ട ഒരു കഥയാണത്. ഇന്നത്തെ കാലത്ത് ഈ മാധ്യമ കാലത്ത് വലിയ പ്രസക്തിയുള്ള കഥയാണ്.
ആ തിരുത്ത് എന്ന് പറയുന്നത് ഒരു പത്ര ഓഫീസിൽ നടക്കുന്ന കഥയാണ് അതിന്റെ പശ്ചാത്തലം. ആ തിരുത്തിലെ കഥ അതിങ്ങനെയാണ്. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർന്നു. ഒരു പത്ര ഓഫീസിൽ ആ വാർത്ത തയ്യാറാക്കുന്നു. ഫാത്തിമ എന്ന് പറയുന്ന സബ് എഡിറ്റർ, സഹപത്രാധിപർ ആ വാർത്തക്ക് ഒരു തലക്കെട്ടിട്ടു, ബാബറി മസ്ജിദ് തകർന്നു എന്ന്. തിരുത്തിലെ മാധവന്റെ കഥയിലെ പത്രാധിപരായിട്ടുള്ള TS ചുല്യറ്റ് പത്രാധിപർ ഫാത്തിമയോട് ആ പേജ് വായിക്കുകയും ആ തലക്കെട്ട് ബ്ലൂ പെൻസിൽ കൊണ്ട്, പത്രാധിപന്മാരുടെ കയ്യിലൊക്കെ നീല പെൻസിൽ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുക, ആ നീല പെൻസിൽ എടുത്ത് ഒരു വെട്ടുകയും ബാബറി മസ്ജിദ് തകർത്തു എന്നാക്കുകയും ചെയ്തു. NS മാധവന്റെ വിഖ്യാതമായ തിരുത്തി എന്ന് പറയുന്നതിലെ ചുല്യറ്റിനെ പോലെ ചിന്തിക്കുന്ന, പ്രതികരിക്കുന്ന ഒരു പത്രാധിപർ പോലും ഇല്ലാത്ത പത്രങ്ങളാണ് ബാബറി മസ്ജിദ് തകർന്നു എന്നും പൊളിഞ്ഞു എന്നും ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ മിനാരങ്ങൾ തകർത്തെറിഞ്ഞപ്പോൾ ഒരക്ഷരം, ഒരു തലക്കെട്ട് കൊണ്ടുപോലും എതിർപ്പിന്റെ ശബ്ദമുയർത്താത്ത മാധ്യമങ്ങളാണ് മതന്യൂനപക്ഷത്തിന്റെ, മതനിരപേക്ഷതയുടെ, ജനാധിപത്യത്തിന്റെ ശബ്ദമാണ് ഞങ്ങളെന്ന് പറയുന്നത്. അപ്പോഴും ചില ആളുകൾ പറയുന്നുണ്ട് ഞങ്ങള് ഭയങ്കര ഇതാണെന്ന്. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോഴും മാധ്യമങ്ങൾ പറയുന്നു പറഞ്ഞാൽ ചില രാഷ്ട്രീയ നേതാക്കളെ വിമർശിച്ചുകൂടാ, അത് ഭയങ്കര സംഘപരിവാർ വൽക്കരണമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനെ വിമർശിച്ചാല്, അദ്ദേഹത്തിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്താൽ അതും വർഗീയതയാണെന്ന്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിമർശിച്ചപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ആ ഭാഷ ഉപയോഗിക്കാൻ പാടുണ്ടോ, ആ പദം ഉപയോഗിക്കാൻ പാടുണ്ടോ, ഇത് തെറ്റാണെന്നാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവായിട്ടുള്ള പാണക്കാട് ശിഹാബ് അലി തങ്ങളെ ആയിരുന്നില്ല മുഖ്യമന്ത്രി വിമർശിച്ചത്. പാണക്കാട് കാസി ഫൗണ്ടേഷന്റെ മുഖ്യ കാസിയായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളെ അല്ല വിമർശിച്ചത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അതിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയാണ് വിമർശിച്ചത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നാണ് ഇപ്പോഴും അവകാശപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. മുസ്ലിം ലീഗിന്റെ നിലപാടിനെ വിമർശിക്കാം, എതിർക്കാം. അങ്ങനെ എതിർക്കുമ്പോൾ അതൊരു മതമേലധ്യക്ഷനെയാണ് വിമർശിച്ചത്, അതൊരു മതമേലധ്യക്ഷനെയാണ് ആക്ഷേപിച്ചതെന്ന് ലീഗ് മാത്രമല്ല പറയുന്നത്, ഇവിടുത്തെ പത്രങ്ങളും പറയുകയാണ്. അങ്ങനെയാണ് വാർത്തകളെ റിപ്പോർട്ട് ചെയ്യുന്നത്, വാർത്തകളെ വർഗീയവൽക്കരിക്കുന്നത്, വാർത്തകളെ അരാഷ്ട്രീയവൽക്കരിക്കുകയും വേറൊരു രാഷ്ട്രീയ രൂപം നൽകുകയും ചെയ്യുന്നു.